എല്ലാവർക്കും പ്രിയസ് കുക്കിംഗ് വേളിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഞ്ഞിയപ്പത്തിൻ്റെ നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യം പഞ്ചസാര ചേർത്തിട്ടുള്ള ഒരു പഞ്ഞിയപ്പത്തിൻ്റെ വീഡിയോ നമ്മൾ ഉണ്ടായിരുന്നു നേരത്തെ. അതൊരു നല്ലോണം വൈറലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മില്യൻ്റെ അടുത്ത് വ്യൂ ആവാറായിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയ്ക്ക്. അതിന് കുറേ പേര് കമൻസൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടിയും ശർക്കര കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്, പഞ്ചസാര ചേർക്കാതെ. അപ്പോൾ അരി കുതിർക്കുന്ന നേരമൊക്കെ നമുക്ക് ലാഭിക്കാം. ഒരു നേരം നമുക്ക് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഇതേ ടെക്സ്ചറിൽ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള അപ്പങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ള ആ വട്ടയപ്പത്തിൻ്റെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ശർക്കര ചേർത്തിട്ട് ഇതുപോലെ പഞ്ചസാര ഇല്ലാതെ അങ്ങനെയാണ് ചോദിച്ചു, പഞ്ചസാര ചേർക്കാതെ എന്തെങ്കിലും ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ജെസ്സി മാത്യു എന്ന് പറഞ്ഞൊരു മേഡം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ശർക്കര ഉപയോഗിച്ച് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പഞ്ഞിയപ്പത്തിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് അവലാണ് കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക 1/2 കപ്പിലേക്ക്. എന്നിട്ട് അത് നൈസ് വെളുത്തവലാണ് ഞാൻ എടുത്തേക്കണത്. നൈസ് അവൽ തന്നെ എടുക്കുക, വെളുപ്പായാലും ഏത് കളറായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ വൈറ്റ് അല്ലല്ലോ, മറ്റേ പഞ്ചസാര ചേർത്തിട്ടുള്ള വെളുത്ത കളപ്പാണെങ്കിൽ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഈ നാളികേരം അടക്കം വൈറ്റ് പാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാ നമ്മൾ അവൽ നന്നായിട്ട് ഒരു വട്ടം വാഷ് ചെയ്തതിന് ശേഷം ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് മിക്സി ജാറിലേക്ക്. ഇനി നമ്മളിതിലേക്ക് നാളികേരമാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് കുറച്ച് കൂടുതൽ നാളികേരം ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് ചിരകിയ നാളികേരമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കുറച്ച് മതി കേട്ടോ, 1/4 കപ്പിൻ്റെ താഴെ കണ്ട് ചോറ് നിന്നാൽ മതി. കാരണം ചോറ് അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം ഒട്ടി പിടിക്കും, ഒട്ടലുണ്ടാവും ആ അപ്പത്തിന്. അതുകൊണ്ടാണ് കുറച്ച് കുറവായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞത്. എന്നാൽ കുറച്ച് ചോറ് ഇടും വേണം, അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ്, ശർക്കര ആയതുകൊണ്ട്. പിന്നെ അതല്ല ചോറില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അവലിട്ട് കൊടുത്താലും മതി, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. നൈസ് വറുത്ത അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി 1.5 കപ്പാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അരി കുതിർക്കുന്ന ആ നേരം ഇതിലേക്ക് ആവശ്യമില്ല, അത്രയും ലാഭിക്കാം ആ സമയം. നമുക്കിത് വീർക്കാൻ വെക്കുന്ന ഒരു ഫെർമെൻറ്റ് ചെയ്യാൻ വരുന്ന ഒരു സമയം മാത്രം എടുത്താൽ മതിയോ. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ. ആദ്യം 1 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയിട്ടാണ് അരച്ചെടുത്തു. ഇതുപോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടും ശർക്കര പാനി ഒഴിച്ചിട്ടും അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ എപ്പോഴും ശർക്കര പാനി ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ടിരിക്കും ശർക്കര പാനി, അതാണ് ഈ ഒരു ടെക്സ്ചറിലിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള ശർക്കര പാനി ഞാൻ ആകെ മൊത്തത്തിൽ ഉപയോഗിച്ചത് 1.5 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വെള്ളം ഉപയോഗിച്ചത് ആകെ ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചത് 1/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ 1.5 കപ്പ് ശർക്കര പാനി 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തത്. അപ്പോൾ കുറച്ച് വേരിയേഷൻ വരും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഓരോ ശർക്കരയുടെയൊക്കെ മധുരം നിങ്ങൾ പാനിയാക്കുന്നതനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഇതുപോലെ ഇത്തിരി കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക, അത് ശ്രദ്ധിക്കണം കേട്ടോ, ലൂസാവരുത് ഒട്ടും. ഇനി ആ അരച്ചതിൽ നിന്ന് നമുക്കൊരു ഇത്തിരി തരിപ്പായിട്ട് തന്നെ അരച്ച് ഒന്ന് മിക്സാക്കിയാൽ മാത്രം മതി. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് നമ്മൾ കപ്പി കാച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്, നേരത്തെ പഞ്ചസാര ചേർത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കപ്പി കാച്ചണതിന് ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ 2 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് ആ മാവിൽ നിന്ന് അരച്ചതിൽ നിന്ന് എടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടിയിട്ടാണ് ഇതുപോലെ കുറുക്കിയെടുക്കുക, നന്നായിട്ട് കുറുക്കിയെടുക്കുക. നന്നായി വെന്ത് വരണം, ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം. വേണ്ട ഈ ഒരു ടെക്സ്ചറിൽ നന്നായി വെന്ത് കുറുകി ഇതുപോലെ വരുമ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി ചൂടാറിയിട്ട് വേണം ഇത് നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ഒപ്പം. അപ്പോൾ ചൂടാറുമ്പോൾ ഇതിൻ്റെ കനം ഇത്തിരി കൂടി നല്ലോണം കട്ടിയാവും. അപ്പോൾ ആദ്യം വെള്ളം അങ്ങോട്ട് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലൂസിൽ തന്നെ ഒന്ന് ഓഫ് ചെയ്തോളാൻ പറഞ്ഞത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം കണ്ടപ്പോൾ കുറച്ചും കൂടി തിക്കായി, ഈ ഒരു തിക്നെസ് വേണം. ഇത് നമുക്ക് നമ്മുടെ അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറുക്കി ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഒപ്പം വേണം ഈ ഈസ്റ്റ് ഇടണമെങ്കിൽ. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഇടണത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി മധുരമോ ഒക്കെ ഇനി വേണമെങ്കിൽ നോക്കിയിട്ട്, വെള്ളമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ചേർത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. അതും പാകത്തിനുള്ള കനത്തിന് വേണം ഇത് അരച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ ഇതാ 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ട് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ, ചെറിയ തരിയിലുള്ള ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കണത്.
അപ്പോൾ അത് കൂടെ ഒന്ന് മിക്സ് ആക്കുക. 1/2 ടീസ്പൂണിൻ്റെ താഴെ തന്നെ മതി കേട്ടോ. ഇനി 1/2 ടീസ്പൂണിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പത്തിന് എന്നല്ല, പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കായാലും അപ്പത്തിനൊരു ഈസ്റ്റിൻ്റെ കുത്തിങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി ഇതുപോലെ അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഏലക്കാപ്പൊടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജീരകം വേണമെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടും ഇട്ട് കൊടുക്കാം, നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പം നമ്മളിവിടെ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വെറുതെ ഇത് പ്ലെയിനായിട്ട് ഇങ്ങനെ ഈ ഒരു ശർക്കരയുടെ ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കണത്. ഇത് മൂടി വെച്ച് 4 മണിക്കൂർ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ ഇവിടെ രാവിലെ ഒരു 11 മണി സമയത്താണ് ഇട്ടത് കേട്ടോ, അരച്ച് വെച്ചിട്ട് 3 മണിയാകുമ്പോൾ ഉണ്ടാക്കിയെടുത്തു. പകൽ തന്നെയാണ് വെച്ചത്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കി വെക്കാം. ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ലോണം ബബിൾസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ബബിൾസൊന്നും പൊട്ടിക്കരുത് കേട്ടോ. ഈ ഒരു ബബിൾസ് നമുക്ക് വേണം. ആ ബബിൾസ് ഉണ്ടെങ്കിലാണ് പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇനി നമുക്ക് നമ്മൾ തട്ടിയിഡ്ഡലി ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശർക്കര കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കുറച്ചധികം ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ അങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. സൈഡ് ഭാഗങ്ങളിലെല്ലാം അരിഭാഗങ്ങളിലും സൈഡിലൊക്കെ ഇത്തിരി നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്താൽ മാത്രം മതിയാവും. വേണമെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ അതിനെ ഒഴിച്ച് ഒരു 1/4 ഭാഗം ഈ പാത്രത്തിൻ്റെ നിറച്ച് വെച്ച് കൊടുക്കാം. ഇത് ആ തട്ടിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് 15 മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കുക. ആവി കയറ്റുക വേണ്ടത്, സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ആകെ പൊട്ടി പോവും. അത്രയ്ക്ക് സോഫ്റ്റാണിത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ അരിഭാഗത്ത് കത്തി കൊണ്ട് വേണമെങ്കിൽ ഒന്ന് തിക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൈ കൊണ്ട് അതുപോലെ ഒന്ന് ആക്കിയാൽ കിട്ടും. കിട്ടാത്ത ഭാഗങ്ങൾ കത്തി കൊണ്ടൊന്ന് തിക്കിയിട്ട് ഒന്നാക്കി കൊടുത്താൽ ഡീമോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ പഞ്ഞിയപ്പങ്ങൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശർക്കര കൊണ്ടും അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയില്ല, അത്ര നല്ല അടിപൊളി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ തന്നെ പഞ്ഞിയപ്പം ഇതുപോലെ എല്ലാവരും ശർക്കര കൊണ്ടും അരിപ്പൊടിയും ചേർത്തിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കമൻസും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും അയയ്ക്കുക കമൻസ് എല്ലാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.